വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ, സമുദ്രം അവനുള്ളത്. അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്ക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമും അവൻ നയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പ്രാർത്ഥിക്കാം. സകല നന്മകളുടെ അനുഗ്രഹങ്ങളുടെ ഉറവിടമായിരിക്കുന്ന ദാതാവായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മനോഹരമായ ഈ വിശുദ്ധ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പലയിടങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ, ഞങ്ങളുടെ ആരാധനയിൽ ഞങ്ങൾക്ക് പറ്റിച്ചേരുവാൻ അങ്ങ് തന്ന ഈ ദിവ്യമായ അവസരത്തിനായി നന്ദി പറയുന്നു. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ ഇവിടെ കൂടിയാലും അവിടെ മധ്യേ ഉണ്ട് എന്ന് വചനത്തിലൂടെ കൽപ്പിച്ചതുപോലെ ഇവിടെ ഞങ്ങളുടെ മധ്യേ അങ്ങ് വന്നിരിക്കുന്ന മഹാദേവയ്ക്കായി നന്ദി പറയുന്നു. പരിശുദ്ധ പിതാവേ, കഴിഞ്ഞ ഒരു ആഴ്ചയുടെ കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി നടത്തി ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അപ്പുറമായി അത്ഭുതകരമായി അതിശയകരമായി അങ്ങ് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഞങ്ങൾക്ക് ആവശ്യമായ വിവിധങ്ങളായ നന്മകളെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പകർന്നു. ഞങ്ങളുടെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ സൂക്ഷിച്ചു ഉള്ളം കൈയിൽ വഹിച്ചതിനായി അങ്ങ് പറയുന്നു. കർത്താവെ, അങ്ങ് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിച്ചിട്ട് പലപ്പോഴും ഞങ്ങൾ അങ്ങിൽ നിന്നും അകന്ന് ഞങ്ങൾ ബഹുതമായ പാപം ചെയ്തു പോയി. ഞങ്ങളുടെ പാപങ്ങളെ, അകൃത്യങ്ങളെ, ലംഘനങ്ങളെ പൊറുക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവെ, ഈ ആരാധനയിൽ അങ്ങ് തൃപ്തൻ പാർക്കണമേ. ഈ ആരാധനയിൽ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരും അങ്ങ് അനുഗ്രഹിക്കണമേ. വരേണ്ടുന്ന ഒരു തക്ക സമയത്ത് അങ്ങ് കൂട്ടിച്ചേർക്കണമേ.
ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. ദൈവമേ, വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് തൃക്കൺ പാർക്കണമേ. നമ്മുടെ നിറസ്ഥാനിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമേ. ആരാധനയുടെ അനുഭവം ഓരോരുത്തർക്ക് ലഭിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ മനസ്സോടെ അങ്ങേ ആരാധിക്കുവാൻ, സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിക്കുവാൻ നമ്മുടെ ആത്മാവിലും ഞങ്ങളുടെ മേലങ്ങ് പകരണമേ. പരിശുദ്ധ കർത്താവെ, ഈ ആരാധനയുടെ ഓരോ ഭാഗങ്ങളിലും അങ്ങ് കൂടിയിരിക്കണമേ. സകല സ്തുതി മഹത്വം അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. ഇപ്പോൾ കീർത്തന പുസ്തകത്തിലെ 41-ാമത്തെ പാട്ട് പാടും. കീർത്തന പുസ്തകത്തിലെ 41-ാമത്തെ പാട്ട്. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനീ, ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ദേശത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, മനുഷ്യജന്മമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. മനുഷ്യജന്മമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. പാതകർക്കായി നീതി വഴി ഓദിത്തന്നോനേ, ആരിടത്തിൽ നിന്നെ ഓർത്തു വാഴ്ത്തിടുന്നു ഞാൻ. ആരിടത്തിൽ നിന്നെ ഓർത്തു വാഴ്ത്തിടുന്നു ഞാൻ. കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ, തൃപാദം രണ്ടും ചുംബിച്ചപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. തൃപാദം രണ്ടും ചുംബിച്ചപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. കുരിശിലേറി മരിച്ചുയർത്തു സ്വർഗ്ഗത്തിൽ പോയോനേ, നിത്യം ജീവിക്കുന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ. നിത്യം ജീവിക്കുന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ. ദൂതരുമായി മേഘവാഹനേ വരുന്നോനേ, വേഗം നിന്നെ കാൺമതിനായി കാത്തിടുന്നു ഞാൻ. വേഗം നിന്നെ കാൺമതിനായി കാത്തിടുന്നു ഞാൻ. മുന്നണിയായി നിന്നിടണേ ഞാൻ, കാത്തു കാത്തു നിന്നിടുന്നേ നിൻ വരവിനായി. കാത്തു കാത്തു നിന്നിടുന്നേ നിൻ വരവിനായി. എന്നുമേകെ വന്നു കാണും രക്ഷകനെ ഞാൻ, നോക്കി നോക്കി കാത്തിടുന്നേ നിൻ വരവിനായി. നോക്കി നോക്കി കാത്തിടുന്നേ നിൻ വരവിനായി. സാധാരണ ആരാധനക്രമം കീർത്തന പുസ്തകത്തിൽ 1-ാമത്തെ സാധാരണ ആരാധനക്രമം. നമുക്ക് സാധാരണ ആരാധനക്രമം വായനാ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കർത്താവിൽ പ്രിയമുള്ളവരെ,
പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വന്ന നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സഹായം യഹോവയുടെ നാമത്തിലുള്ളത്. ഭൂമിയുണ്ടാക്കിയത് അവനല്ലോ. എൻ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവും ആയുള്ളവേ, അരിഷ്ടപാടുകളായിരിക്കുന്ന ഞങ്ങൾ സ്വഭാവത്താൽ പാപമുള്ളവരും അശുദ്ധരും ആകുന്നുവെന്നും നിനക്ക് വിരോധമായി വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും പാപം ചെയ്തിരിക്കുന്നുവെന്നും ഞങ്ങൾ നിന്നോട് ഏറ്റുപറയുന്നു. ആകയാൽ ഞങ്ങൾ അഭയം പ്രാപിപ്പാൻ നിന്റെ അളവറ്റ കരുണയ്ക്കായി ഓടി വരികയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം ഞങ്ങളോട് കൃപയുള്ളവനാകണമെന്ന് വിനയമായി യാചിക്കുകയും ചെയ്യുന്നു. മഹാകരുണയുള്ള ദൈവമേ, നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് പകരം മരണത്തിനയച്ചവനെ, ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും നാം ക്ഷമിക്കണമേ. നിന്നെ നിന്റെ ഇഷ്ടത്തെ കുറിച്ചുള്ള സത്യറിവിനെയും നിന്റെ വചനത്തോടുള്ള ഹൃദയപൂർവമായ അനുസരണത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ഒടുവിൽ നിന്റെ കൃപയാൽ നിത്യജീവൻ പ്രാപിപ്പാൻ ഞങ്ങളെ അംഗീകരിക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ സ്വർഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തന്റെ ഏകപുത്രനെ നമുക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ നിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാഗ്ദത്തം തന്നുമിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവ് ഇത് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ആരംഭവാക്യത്തിന് പകരമായി 136-ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യം എടുത്ത് വാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 136. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായ മഹാത്മാവിനെ പ്രവർത്തിക്കുന്നതിന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. പകൽ വാഴുവാൻ സൂര്യനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. മൃഗങ്ങളെ സംരക്ഷിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇസ്രായേലിനെ കടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഭൂമിയിൽ കുളത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. മഹാരാജാക്കന്മാരെ സംഹരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അമൂര്യരുടെ രാജാവായ സീഹോനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഭാഷൻ രാജാവായ ഓഗിനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു, അവന്റെ ദയ എന്നേക്കുമുള്ളത്. തന്റെ ദാസനായ ഇസ്രായേലിന്റെ അവകാശമായി എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം കൊടുത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ അവന്റെ ദയ എന്നേക്കുമുള്ളത്.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദ മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ യേശുക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനായി ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിന്നെ കൂടാതെ യാതൊരു നന്മയും ചെയ്യുവാൻ കഴിയാത്തവരായ ഞങ്ങൾ നിന്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ പ്രാപ്തരാകേണ്ടതിന് ഉത്തമമായ കാര്യങ്ങൾ എപ്പോഴും നിരൂപിപ്പാനും പ്രവർത്തിപ്പാനുമുള്ള ആത്മാവിനെ ഞങ്ങൾക്ക് തരയണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസ്ഥനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇപ്പോൾ പുതിയ പുസ്തകത്തിൽ 434 പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 434 പാട്ട്, വലിയ പുസ്തകത്തിൽ 366. വലിയ പുസ്തകത്തിൽ 366. നൽവരം തന്നിടുക
നന്മഴകാ ദൈവമേ. വിശുദ്ധ പെന്തക്കോസ്തിന് ശേഷമുള്ള 9-ാം ഞായറായ ഇന്നത്തേക്ക് വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒന്നാമത്തെ വേദഭാഗം വിശുദ്ധ യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കും. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിൽ വരുവിൻ, വന്ന് വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. അപ്പമല്ലാത്തവന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്ന എന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പിൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവിൻ. നിങ്ങൾ ചെവിച്ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവിൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനെ കേട്ടുകൊള്ളുവിൻ. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയുമാക്കിയിരിക്കുന്നു. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും. നിന്നെ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിന്റെ പരിശുദ്ധ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കാൻ തന്നെ നിന്റെ അടുക്കൽ ഓടി വരും. ഇവിടെ ഒന്നാമത്തെ വേദഭാഗം വായിച്ചു വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ലേഖന വേദഭാഗം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു. ഞാൻ പറയുന്നത് പോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനായവൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേല്യർ. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉദ്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉദ്ഭവിച്ചവർ എല്ലാം ഇസ്രായേലർ എന്നും അബ്രഹാമിൻ്റെ അതിഥികളാകയാൽ എല്ലാവരും മക്കൾ എന്നും വരികയില്ല. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ. അതിൻ്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല, ദൈവത്തിൻ്റെ മക്കൾ വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകും എന്നല്ലോ വാഗ്ദത്ത പ്രവചനം. അത്രയുമല്ല, റിബേക്കായും നമ്മുടെ പിതാവായ ഇസ്ഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ച് കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവനോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദേഷിച്ചിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെ ലേഖന വേദഭാഗം വായിച്ചു തീർന്നു. സഭയ്ക്കെണീറ്റ് ഹല്ലേലൂയ പാടും. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം
13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, നിനക്ക് മഹത്വം അത് കേട്ടിട്ട് യേശു അവിടെ വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണത്തിൽ നിന്ന് കാൽനടയായി അവന് പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഇന്ന് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിന് കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആയിരുന്നു. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ചു തീർന്നു. വേദഭാഗങ്ങൾ വായിച്ചു കേട്ട നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ച് ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അയാൾ പരിശുദ്ധാത്മാവിൽ പാലിക്കപ്പെട്ട് കന്യകമറിയിൽ ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിനെ കഷ്ടങ്ങൾ അവൻ കാലത്തിലാക്കി 3-ാം ദിവസം മരിച്ചവനും പിന്നെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് പാർപ്പിക്കുന്നു. അവിടെ നിങ്ങളവരെയും മനുഷ്യരെയും ന്യായീകരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ കൂട്ടമാവുന്ന വിശുദ്ധ ക്രിസ്ത്യസ്ഥിതി പാവങ്ങളും ശൈത്യത്തിന് പുനരുത്ഥാനവും നിത്യജീവനും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഭയ്ക്കിരുന്ന് പുതിയ പുസ്തകത്തിൽ 287 പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 287 പാട്ട്, വലിയ പുസ്തകത്തിൽ 262, പഴയ പുസ്തകത്തിൽ 262. ജയം പാടിടും മഹത്വം സ്തുതിക്കും നിന്നെ ഞായുസിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും നന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ ദൂതന്മാരുടെ മധ്യത്തിൽ
രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗ്ഗത്തിൽ കോടി കോടി യുഗങ്ങളായി, കോടി കോടി യുഗങ്ങളായി. മനോഹരമാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോകുമ്പോൾ നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ. എൻ ശത്രുവിനതു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശുരാജൻ മുൻപാകെ, ശ്രീയേശുരാജൻ മുൻപാകെ. നാട്ടിൻ തീരുരക്തത്താൽ ശുദ്ധനായി തീർന്നു. താൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ നാം ജയം പാടിടും. രക്ഷകാസ്തുതി നീയക്കുന്നു ചേറ്റുമെന്നെ നീ വീണ്ടെടുത്തതിനാ സ്തുതിക്കും നിന്നെ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടിവണങ്ങും, നന്ദിയോടടിവണങ്ങും. പിതാവായ ദൈവത്തിൽ നിന്നും പുത്രൻ രക്ഷകനുമായ ക്രിസ്തു യേശുവിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും ലഭിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ പെന്തക്കോസ്തിന് ശേഷമുള്ള 9-ാം ഞായറായ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നാം ഇപ്പോൾ വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യം ഒടിപ്രകാരം കാണുന്നു. അത് കേട്ടിട്ട് യേശു അവിടെ വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണിൽ നിന്ന് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. അവൻ വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സരിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഇങ്ങ് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേലിരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷ കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആയിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളിത് വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ കൂട്ടായ്മയ്ക്കായി സ്തുതിക്കുന്നു. പല ജീവിതാവസ്ഥകളിലായിരുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുവാൻ, ഞങ്ങളുടെ ഉള്ളങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് പകരുവാൻ, മനസ്സോടെ അങ്ങേ ആരാധിക്കുവാൻ അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളിപ്പോൾ അങ്ങയുടെ വചനങ്ങളെ കേൾക്കുവാനായി ധ്യാനിക്കുവാനായിട്ട് ഞങ്ങളിവിടെ ആയിരിക്കുന്നു.
അങ്ങ് ഞങ്ങൾക്കായിട്ട് തന്ന ഈ തിരുവചനങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. ഈ വചനങ്ങളുടെ മർമ്മങ്ങളെക്കുറിച്ച് ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ നമ്മുടെ ആത്മാവിന് ഞങ്ങളുടെ മേൽ അങ്ങ് പകരണമേ. കർത്താവ്, ഞങ്ങൾ ഒഴിഞ്ഞ പാത്രങ്ങളായി അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. അങ്ങയുടെ ആത്മാവിൽ ഞങ്ങളെ നിറഞ്ഞ പാത്രങ്ങളാക്കി അങ്ങ് ഞങ്ങളെ തീർക്കണമേ. ഞങ്ങൾ വചനം കേട്ട് അതനുസരിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പ്രിയ പിതാവേ. ആമേൻ. ക്രിസ്തു യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ധ്യാനഭാഗം കർത്താവായ യേശു ക്രിസ്തു ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സംഭവമാണ് നമ്മുടെ ധ്യാനഭാഗം. അത്ഭുതങ്ങളെന്ന് പറയുമ്പോൾ പ്രകൃതി നിയമങ്ങളെ അതിലംഘിക്കുന്ന അസാധാരണ പ്രവൃത്തികളാണ് അത്ഭുതങ്ങൾ. കർത്താവായ യേശു ക്രിസ്തു പുരുഷാരത്തെ കണ്ട് മനസ്സരിഞ്ഞ് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ജീവന്റെ പോഷണവും സംരക്ഷണവും ദൈവമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ധ്യാനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവന്റെ ഉറവ എന്ന് പറയുമ്പോൾ അത് ദൈവമാണ്. സൃഷ്ടാവായ ദൈവം എപ്പോഴും നമ്മെ പാലിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് അറിയുന്നു, അവൻ നമുക്കായിട്ട് കരുതുന്നു എന്നുള്ളതാണ് നമ്മുടെ ധ്യാനഭാഗം ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം. നാം പലപ്പോഴും നമ്മുടെ മക്കളെക്കുറിച്ച് കരുതാറുണ്ട്, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് കരുതാറുണ്ട്, നമ്മുടെ ജീവിത പങ്കാളിയെ കുറിച്ചൊക്കെ കരുതാറുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം കരുതാറുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ എന്തുമാത്രം ഉന്നതമാണ് ദൈവത്തിന്റെ കരുതൽ എന്നുള്ളത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കൾ ദൈവം എപ്രകാരം കരുതി, ഇസ്രായേൽ ജനത്തെ എപ്രകാരം ദൈവം കരുതി, അവരുടെ എപ്രകാരം ദൈവം കരുതലുള്ളവനായിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് പഞ്ചഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ, ആദ്യത്തെ 5 പുസ്തകങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വേദപുസ്തകത്തിലെ 5 പുസ്തകങ്ങൾ നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ഇസ്രായേൽ മക്കളെ കുറിച്ചുള്ള കരുതൽ, അവരോടുള്ള സ്നേഹം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ജീവന്റെ ഉറവ ദൈവമാണ്, നമ്മെ പോഷിപ്പിക്കുന്നത് ദൈവമാണ്. ലൗകികമായ പോഷണത്തിന്റെ ഉറവകൾ ഒരുപക്ഷെ കാപട്യമായിട്ട് മാറാം. എന്നാൽ ദൈവം അങ്ങനെയല്ല എന്നുള്ളതാണ്. അവൻ നമ്മെ ദാനമായിട്ട് പോഷിപ്പിക്കുന്നു. പോഷണമെന്ന് പറയുമ്പോൾ ലൗകികവും ആത്മീയവുമാണ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ അടുക്കിലേക്ക് വന്നവർക്ക് ലൗകികമായ ഭൗതികമായ ഒരു ഭക്ഷണം മാത്രമല്ല കൊടുക്കുന്നത്, അവരുടെ ഭൗതികമായ വിശപ്പ് മാത്രമല്ല കർത്താവ് തീർക്കുന്നത്, അവരുടെ ആത്മീയമായ ദാഹവും കൂടെ കർത്താവ് തീർക്കുന്നു. കർത്താവിന്റെ അടുക്കൽ വന്നവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നോക്കിയാൽ ആത്മീയവും ഭൗതികവും കൂടെ ചേർന്നതാണ്. കർത്താവ് നൽകിയ സൗഖ്യം നോക്കിയാലും ആത്മീയവും ഭൗതികവും കൂടെ ചേർന്നതാണ്. ഇന്ന് ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും നൽകുവാൻ സാധിക്കുന്ന സൗഖ്യം ഒരുപക്ഷെ ഭൗതികമായ സൗഖ്യം മാത്രമാണ്, ശാരീരികമായ സൗഖ്യം മാത്രമാണ്. എന്നാൽ കർത്താവ് ശാരീരികമായ സൗഖ്യം മാത്രമല്ല, ആത്മീയമായ സൗഖ്യം കൂടെ കർത്താവ് നൽകുന്നു. കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആത്മീയവും ഭൗതികവുമാണ്. എന്നാൽ ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന നന്മകൾ, അല്ലെങ്കിൽ ഈ ലോകത്ത് നാം കാണുന്ന അനുഗ്രഹത്തിന് ഉറവകൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഭൗതികമാകാം. എന്നാൽ ദൈവം എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഭൗതികവും ആത്മീയവുമാണ് എന്നുള്ളത് നമുക്ക് കാണാം. ദൈവത്തിന്റെ പോഷണം ആത്മീയവും ഭൗതികവുമാണ്. ഇവിടെ യേശു ജനങ്ങളെ പോഷിപ്പിക്കുകയാണ്. യേശു ക്രിസ്തു ഏറ്റവും വലിയ പോഷണമാണ്. ഭൗതികവും ആത്മീയവുമായ പോഷണമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു ജനത്തെ കണ്ട്
അവരോട് മനസ്സറിയുന്നു. അവർ വാഞ്ചയോടുകൂടെ തന്നെ വചനം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കർത്താവ് അത് മനസ്സിലാക്കുകയാണ്. കർത്താവ് ഒരു നിർജ്ജനമായ സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോവുകയാണ്. എന്നാൽ ജനം അത് അറിഞ്ഞ് യേശുവിനെ അനുഗമിക്കുകയാണ്. ആ ജനത്തിന്റെ ആ താല്പര്യം, വചനം കേൾക്കുവാനുള്ള വാഞ്ച കർത്താവ് മനസ്സിലാക്കുന്നു. കർത്താവ് ആ വലിയ ജനത്തെ കണ്ട് യേശു മനസ്സലിയുകയാണ്. അവരോട് തിരുവചനം സംസാരിക്കുന്നു. അങ്ങനെ സന്ധ്യയായി, വൈകുന്നേരമായി എന്ന് പറയുകയാണ്. വചനം കേട്ട് വിശപ്പ് മറന്നുപോയി ജനം. വചനം കേട്ട് ജനം വിശപ്പ് മറന്നുപോയി. ജനം ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുകയാണ്. ഈ ആത്മീയമായ തലത്തിലായിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല എന്നുള്ളതാണ്. ആത്മീയമായ മണ്ഡലത്തിലായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ് നല്ലതെന്ന് നാം ചിന്തിക്കും. പ്രത്യേകിച്ച് മർരൂബ മലയിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 ശിഷ്യന്മാർ യേശു രൂപാന്തരപ്പെടുന്ന സമയത്ത് ആയിരിക്കുകയാണ്. ആ മർരൂബ മലയിൽ അപ്പോൾ പത്രോസ് പറയുകയാണ്, കർത്താവെ, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നല്ലത്. അതായത് ഈ ആത്മീയ അന്തരീക്ഷത്തിൽ, ഈ ആത്മീയ തലത്തിൽ ഇരിക്കുന്നത് നല്ലത്. ഇനി ഈ താഴോട്ട് പോകേണ്ട കാര്യമില്ല. ഈ മലയുടെ മുകളിൽ ഈ ആത്മീയ അന്തരീക്ഷത്തിൽ നിന്ന് ഇരിക്കാമെന്നുള്ളതാണ്. അത് ആത്മീയമായ അനുഭവം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്, പ്രത്യേകിച്ച് ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ, അല്ലെ ആരാധന എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അത് ഇത്രമാത്രം പ്രാധാന്യത്തോടെ നാം കാണുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പൂർവികർ ആരാധനയ്ക്ക് കൊടുത്ത പ്രാധാന്യം ഇതുമാത്രം ശ്രേഷ്ഠമായിരുന്നു. കാരണം അവർ ആ ആത്മീയ തലം അനുഭവിച്ചു, ആത്മീയമായ അനുഗ്രഹം അല്ലെങ്കിൽ ആത്മീയമായ സന്തോഷം അനുഭവിച്ചവരാണ്. ദൈവത്തോട് ചേർന്നിരുന്ന ആത്മീയമായ അന്തരീക്ഷം അല്ലെങ്കിൽ ആത്മീയമായ സന്തോഷം അനുഭവിച്ചവരാണ്. ഇന്നത്തെ തലമുറ എത്രമാത്രം ഈ ആത്മീയ അനുഭവത്തിലായിരിക്കുന്നു എന്നുള്ളത് ഒരു സംശയമാണ്. എത്രമാത്രം ദൈവത്തോട് ചേർന്നിരിക്കുന്നു എന്നുള്ളത് സംശയമാണ്. യേശുവിന്റെ വചനങ്ങൾ, യേശുവിന്റെ വായിന്ന് വന്ന ലാവണ്യ വാക്കുകൾ കേട്ട് ജനം ആയിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഇത് മരുഭൂമിയാണ്, ഇത് നിർജ്ജന പ്രദേശമാണ്, ഇത് മരുഭൂമിയാണ്. ഇവർക്ക് ഭക്ഷണം ഇവർ വാങ്ങേണ്ടതിന് ഇവരെ പറഞ്ഞയക്കണം. ഇവർ പട്ടണങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ വാങ്ങേണ്ടതിന് പറഞ്ഞയക്കണം എന്ന് പറയുകയാണ്. കർത്താവ് പറയുന്നു, അവർ പോകുവാനായിട്ട് ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുക്കില്ലെന്നാണ്. അതെ. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ 5 അപ്പവും 2 മീനും കൊണ്ട് എങ്ങനെ ഈ 5000 പുരുഷന്മാരെ പോഷിപ്പിക്കുവാനായിട്ട് സാധിക്കും? സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ 5000 പുരുഷന്മാരെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം സ്ത്രീകൾ ഉണ്ടായിരുന്നിരിക്കും, കുട്ടികൾ എന്തുമാത്രം ഉണ്ടായിരിക്കും, സ്ത്രീകളും പൈതങ്ങളും എന്തുമാത്രം ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ 5000 അല്ല, 10000 അല്ല, 15000 അല്ല എന്ന് നമുക്ക് പറയാം. ഒരു അളവ് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. എന്നാൽ 5000 പുരുഷന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് യേശുവിന്റെ കാലത്ത്, പ്രത്യേകിച്ച് പകർന്നിമ കാലത്ത് പുരുഷന്മാരുടെ കണക്ക് മാത്രമേ എടുത്തിരുന്നുള്ളൂ. പുരുഷന്മാരുടെ കണക്ക് മാത്രമേ രേഖപ്പെടുത്താറുള്ളൂ. പുരുഷന്മാരുടെ പേര് മാത്രമേ രേഖപ്പെടുത്താറുള്ളൂ. സ്ത്രീകളുടെ പേര് രേഖപ്പെടുത്തുമായിരുന്നില്ല. പുരുഷ മേധാവിത്വമുള്ളൊരു ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ 5000 പുരുഷന്മാരുണ്ടായിരുന്നു എന്ന് കണക്ക് പറയുന്നുണ്ട്. സ്ത്രീകളുടെ കണക്ക് പറയുന്നില്ല, കുട്ടികളുടെ കണക്കൊന്നും പറയുന്നില്ല, പൈതങ്ങളുടെ കണക്കൊന്നും പറയുന്നില്ല. അപ്പോ എന്തുമാത്രം ആൾക്കാരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ കൂട്ടം, എണ്ണുവാൻ അസാധ്യമായ ഒരു മഹാപുരുഷാരം അവിടെ ആയിരിക്കുകയാണ്. ആ മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് കർത്താവിന്റെ കൂടെ ആയിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, അവർക്ക് ഭക്ഷിപ്പാനായിട്ട് കൊടുക്കുമെന്നാണ്. ഒരുപക്ഷെ യേശു ശിഷ്യന്മാരെ ഒരുപക്ഷെ പരീക്ഷിച്ചായിരിക്കാം. ശിഷ്യന്മാർ പറയുന്നു, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല എന്ന് പറയുകയാണ്. കർത്താവ് പറയുന്നു, അതിന് കൊണ്ടുവരുവിനെന്നാണ്. കർത്താവ് 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് ഉയർത്തി വാഴ്ത്തി പ്രാർത്ഥിച്ച് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സകലത്തിന്റെയും ഉറവയായ, സകല അനുഗ്രഹങ്ങളുടെയും ഉറവയായിരിക്കും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് 5 അപ്പവും 2 മീനും പ്രാർത്ഥിച്ചപ്പോൾ 5000 അല്ല, 10000 അല്ല, ഇത്രയ്ക്ക് മാത്രം ജനത്തിന് ഭക്ഷിപ്പാതക്കവണ്ണം അത് വർദ്ധിച്ചു എന്നുള്ളതാണ്. അത് വർദ്ധിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു വലിയൊരു അത്ഭുതമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അസാധ്യമായ ഒരു കാര്യം. അവർ തിന്ന് തൃപ്തരായി എന്നുള്ളതാണ്. തിന്ന് തൃപ്തരായി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബാലൻസ് 12 കൊട്ട നിറച്ചെടുത്തു എന്നുള്ളതാണ്. വലിയൊരു അത്ഭുതമാണ് കർത്താവ് ചെയ്തത്. ജനത്തിന്റെ ആത്മീയമായ ആവശ്യം കർത്താവ് പൂർണ്ണമായിട്ട് നിറവേറ്റി. അടുത്തതായിട്ട് അവരുടെ ഭൗതികമായ ആവശ്യവും കർത്താവ് നിറവേറ്റുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജനത്തിന്റെ അവസ്ഥ കണ്ട് മനസ്സലിയുകയാണ്.
നമ്മുടെ അവസ്ഥകളെ കണ്ട് മനസ്സറിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. നമ്മുടെ ബലഹീനതകളെ കണ്ട്, നമ്മുടെ ഹൃദയത്തിലെ ഞരക്കങ്ങൾ കണ്ട്, നമ്മുടെ വേദനകൾ കണ്ട് മനസ്സറിയുന്ന ഒരു കർത്താവ്. അവൻ കാണുന്നില്ലേ എന്ന് ഒരിക്കലും നാം സംശയിക്കുവാനായിട്ട് പാടില്ല. അത് കർത്താവിനെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ അവസ്ഥകളെ അറിയുന്ന കർത്താവ്, നമ്മുടെ അവസ്ഥകളെ കണ്ട് മനസ്സറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അവൻ സർവശക്തനാണ്. നാം ബലഹീനരായിരിക്കാം, നാം ദരിദ്രരായിരിക്കാം, നാം വേദനയിലായിരിക്കാം, രോഗത്തിലായിരിക്കാം, നാം കുറഞ്ഞവരായിരിക്കാം. എന്നാൽ നമ്മോട് കൂടെ ഉള്ളവൻ സർവശക്തനാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. അവൻ ബലഹീനതകൾ ഇല്ലാത്തവനാണ്, സർവശക്തനാണ്. അപ്പോൾ നാം ബലഹീനരായിരിക്കാം, പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവൻ സർവശക്തനാണ്. ആ ഒരു ഉറപ്പ് നമുക്ക് വേണം. അവൻ നമ്മുടെ അവസ്ഥകളെ കണ്ട് മനസ്സറിയുന്നു, നമുക്കായിട്ട് പ്രവർത്തിക്കുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയാണ്. അവരോട് ചേർന്നിരിക്കുന്നവർക്ക്, ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവർക്ക് ഒന്നിനും കുറവില്ല എന്നുള്ളതാണ്. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് വചനത്തിൽ നാം പഠിക്കുകയാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. അവിടെ ആവശ്യങ്ങൾ നിറപടിയായിട്ട് നിറവേറ്റപ്പെടുകയാണ്. നാം എപ്രകാരം ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു, എത്രമാത്രം നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നു, ആത്മീയമായ ഭക്ഷണം നാം എത്രമാത്രം നാം ഭക്ഷിക്കുന്നു. ആത്മീയ ഭക്ഷണം എന്ന് പറയുമ്പോൾ ദൈവവചനം, സാക്രമെന്റുകൾ നമ്മുടെ ആത്മീയ പോഷണമാണ്. ദൈവവചനം, സാക്രമെന്റുകൾ നമ്മുടെ ആത്മീയ പോഷണമാണ്. ഇന്ന് ഭക്ഷണത്തെ മലിനപ്പെടുത്തുന്ന ഇന്നത്തെ അവസ്ഥ നമുക്ക് കാണാം. ഇന്ന് ദൈവം നൽകുന്ന നന്മകളെ നന്മയ്ക്കായിട്ട് എത്രമാത്രം വിനിയോഗിക്കുന്നു. ദൈവം നൽകുന്ന നന്മകളെ പലപ്പോഴും, ദൈവം നൽകുന്ന പോഷണത്തിന്റെ ഉറവകളെ പലപ്പോഴും തിന്മയ്ക്കായിട്ട്, മറ്റുള്ളവരുടെ തിന്മയ്ക്കായിട്ട്, മറ്റുള്ളവരുടെ നാശത്തിനായിട്ട് പ്രയോഗിക്കുന്ന മനുഷ്യ സ്വഭാവം. പരിപോഷണത്തിനും ഉയർച്ചയ്ക്കും ആത്മീയ വർധനയ്ക്കുമായിട്ട് ദൈവം നൽകുന്ന പോഷണ ഉറവകളെ, ആത്മീക തലങ്ങളെ, മുഖാന്തരങ്ങളെ ഇന്ന് മനുഷ്യർ മലിനമാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പല തരത്തിൽ നമുക്കത് കാണാം. നാം എപ്രകാരം, ആത്മീയത എപ്രകാരം നമുക്കുണ്ട്. ഭൗതികമായ ഭക്ഷണത്തിൽ വിഷമുള്ളതുപോലെ, മനുഷ്യർ വിഷം കലർത്തുന്നത് പോലെ ആത്മീയ തലത്തിലും ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആത്മീയ തലത്തിലും ഈ വചനത്തിൽ, ഒരു പക്ഷെ വചനം എന്ന് നമുക്ക് പറയാം, ഈ മതമെന്ന് പറയാം, അതിലൊക്കെ വിഷം ചേർക്കുന്ന ധാരാളം പേരുണ്ട്. ആത്മീയ പോഷണമാകുന്ന വചനത്തിൽ, മതമാകുന്ന തലത്തിലൊക്കെ നമുക്ക് ഈ വിഷാംശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മതഭ്രാന്ത ഒരു ഉദാഹരണമാണ്. സഭയിലെ അഴിമതികൾ, ഭിന്നതകൾ ഉദാഹരണമാണ്. ഇതൊക്കെ ആത്മീയ തലത്തിലുള്ള വിഷയങ്ങളാണ്, ആത്മീയമായിട്ട് മലിനപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. ദൈവം നൽകുന്ന, വളർച്ചയ്ക്കായിട്ട് നൽകുന്ന മുഖാന്തരങ്ങൾ, നമ്മുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ദൈവം നൽകുന്ന മുഖാന്തരങ്ങൾ നന്മയ്ക്കായിട്ട് നാം പ്രയോജനപ്പെടുത്തണം. നമ്മുടെ നന്മയ്ക്കും സഹമനുഷ്യരുടെ നന്മയ്ക്കും പൊതു നന്മയ്ക്കായിട്ട് നാം പ്രയോജനപ്പെടുത്തണം. നാം ഇത്രമാത്രം ദൈവം നൽകുന്ന നന്മകളെ നാം പ്രയോജനപ്പെടുത്തുന്നു. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ നാം ഇപ്രകാരം പ്രയോജനപ്പെടുത്തുന്നു. ദൈവം നമുക്ക് നന്മകൾ നൽകുമ്പോൾ നാം മറന്നു പോകാൻ പാടില്ലാത്ത കാര്യം, ദൈവം നമുക്ക് നൽകുന്ന നന്മ നമ്മുടെ നന്മയ്ക്കും മറ്റുള്ളൊരു നന്മയ്ക്കുമാണെന്നുള്ളതാണ്. ദൈവം നമുക്ക് നൽകുന്ന നന്മ മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. അത് തിന്മയ്ക്കായിട്ട് വിനിയോഗിക്കുവാനായിട്ട് പാടില്ല. പലപ്പോഴും ദൈവം നമുക്ക് നൽകിയ ബുദ്ധിയും ജ്ഞാനവും, ദൈവം നൽകിയ ഭൗതിക സമ്പത്തുകളും ആത്മീയമായ നന്മകളൊക്കെ പലപ്പോഴും നാം തെറ്റായിട്ട് വിനിയോഗിക്കുകയാണ്. അതല്ല, കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റുകയാണ്.
അവൻ നമ്മിൽ ആഗ്രഹിക്കുന്നത് നാം നന്മ പകരുന്നവരായിട്ട് കാണപ്പെടണമെന്നുള്ളതാണ്. ജീവന്റെ പോഷണവും സംരക്ഷണവും എപ്പോഴും ദൈവമാണെന്ന് ഉണർന്ന് നാം ജീവിക്കേണ്ടതായിട്ടുണ്ട്. ദൈവമാണ് സകലതും നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള ആത്മമായ ബോധം, നാം ഇപ്പോൾ പ്രാപിച്ചിരിക്കുന്ന ആത്മീയമായ നന്മകൾ, ഇപ്പോൾ നാം പ്രാപിച്ചിരിക്കുന്ന ഭൗതികമായ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ള ധാരാളമുണ്ട്. ചെറിയത് മുതൽ വലിയത് വരെ ധാരാളം നന്മകൾ നമുക്കുണ്ട്. ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. നമ്മുടെ പോഷണത്തിന് വേണ്ടി, ആത്മീയ ഭൗതികമായ പോഷണത്തിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നു. അതൊക്കെ ശരിയായിട്ട് നമുക്ക് ചാനലൈസ് ചെയ്യാം, ശരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതെ, നന്മയ്ക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ വചനം അതിനായിട്ട് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. നമ്മുടെ സകല ആവശ്യങ്ങളെയും അറിഞ്ഞ് കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വലിയ സത്യവും ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, ദൈവം നമ്മുടെ ഏത് ആവശ്യവും നിറവേറ്റുവാൻ ശക്തനാണ് എന്നുള്ളത്. കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മോട് മനസ്സലിവുള്ളവനായിട്ട് കാണപ്പെടുന്നു. കർത്താവ് മനസ്സലിവുള്ളവനായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ആ ഒരു ഉറപ്പ് നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പലതുമായ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിനെ ആശ്രയിക്കാം. ശിഷ്യന്മാർ ആവശ്യം കർത്താവിനോട് അറിയിച്ചു. ജനത്തിന്റെ അവസ്ഥ ശിഷ്യന്മാർ മനസ്സിലാക്കി. ജനത്തിന്റെ അവസ്ഥ ശിഷ്യന്മാർ ദൈവത്തെ അറിയിച്ചു. ഇന്ന് സഭയുടെ അവസ്ഥകൾ, കുടുംബത്തിന്റെ അവസ്ഥകൾ, സമൂഹത്തിന്റെ അവസ്ഥയൊക്കെ ദൈവത്തോട് അറിയിക്കുവാൻ, ബോധിപ്പിക്കുവാനുള്ള കടമ നമുക്കുണ്ട്. കുടുംബത്തിന്റെ അവസ്ഥകൾ, സഭയുടെ അവസ്ഥകൾ, സമൂഹത്തിന്റെ അവസ്ഥകൾ ദൈവത്തിന്റെ സന്നിധിയിൽ അറിയിക്കുവാൻ, പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് അറിയിക്കുവാനുള്ള കടമ നമുക്കുണ്ട്. നാം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കണം. ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടത്. ശിഷ്യന്മാർ തങ്ങളുടെ ബുദ്ധിയിലോ തങ്ങളുടെ കഴിവിലോ ഒന്നുമല്ല, കർത്താവിൽ ആശ്രയിക്കുന്നു. അവിടെ ജനത്തിന്റെ അവസ്ഥ ശരിയായിട്ട് കർത്താവിനെ അറിയിക്കുന്നു. കാരണം അവർക്കറിയാം കർത്താവിന് സാധ്യമാണെന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ ശരിയായ അവസ്ഥ കർത്താവിന്റെ സന്നിധിയിൽ ബോധിപ്പിക്കുന്നു. നമ്മുടെ അവസ്ഥ കർത്താവിന്റെ സന്നിധിയിൽ നാം പങ്കിടുകയാണ്. അതിന് നാം ദൈവത്തോട് ചേർന്നിരിക്കുകയാണ്. പ്രാർത്ഥനയില്ലാതെ നമുക്ക് എങ്ങനെ ദൈവത്തോട് നമ്മുടെ അവസ്ഥകളെ പറയാനായിട്ട് സാധിക്കും? ദൈവമായിട്ട് ബന്ധമില്ലാതെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെട്ടെങ്കിൽ നടന്നതുകൊണ്ടായില്ല. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ബോധിപ്പിക്കാതെ പലതിനെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് നടന്നിട്ട് കാര്യമില്ല. നമ്മുടെ ആവശ്യങ്ങളെ നാം ശരിയായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ബോധിപ്പിക്കണം. കർത്താവ് മനസ്സിലുള്ളവനായിട്ട് നമ്മുടെ കൂടെ ഇരിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ അവൻ നിറവേറ്റുന്നു. നമ്മെ ആത്മീയമായും ഭൗതികമായും പോഷിപ്പിക്കുന്നു. ജീവന്റെ ഉറവയായിട്ട് അവൻ കൂടെ ഇരിക്കുകയാണ്. ആ ഒരു ഉറപ്പോടുകൂടെ നമുക്കായിരിക്കാം. ഉറമായിട്ട് കർത്താവിനെ ആശ്രയിക്കാം, കർത്താവിനോട് ചേർന്നിരിക്കാം. അതിനായിട്ട് ദൈവം തന്റെ ആത്മാവിലൂടെ നമ്മെ ഏവരെയും സഹായിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്കിണീറ്റ് ധർമ്മശൈല വാക്കും ചൊല്ലി പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു, സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കേണമേ. നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവേ എന്നിൽ നിൽക്കുവാനുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്കു തിരികെ തരണമേ. മനസ്സെടുക്കുമാത്മാവീനാ എന്നെ താങ്ങണമേ.
ഞങ്ങളുടെ ജീവന്റെ ഉറവയായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, അന്ന് ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. നല്ല ദിനങ്ങളാകുന്ന ഹൃദയങ്ങളായി ഞങ്ങളുടെ ഹൃദയങ്ങൾ രൂപാന്തരപ്പെടുവാൻ, കേട്ട വചനങ്ങൾ നല്ല ദിനമാകുന്ന ഹൃദയത്തിൽ നിക്ഷേപിക്കാൻ, 30, 60, 100 മേലിൽ ഫലം കൊടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നു. കർത്താവേ, അന്ന് ഞങ്ങളെക്കുറിച്ച് കരുതലുള്ളവനായിട്ട് എപ്പോഴും ഞങ്ങളോട് കൂടെ ഇരിക്കുന്നവർ, ഞങ്ങളുടെ ആവശ്യങ്ങളെ അങ്ങ് നിറവേറ്റുന്നവർ, ഞങ്ങൾക്ക് പലതുമായ പ്രതിസന്ധികൾ നേരിടുമ്പോൾ, പ്രതികൂലങ്ങളും ആവശ്യങ്ങളും നേരിടുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളെ നമ്മുടെ സന്നിധിയിൽ ബോധിപ്പിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും അങ്ങ് സഹായിക്കണം. അങ്ങ് സകലത്തിനും മതിയായവനെന്ന് ഉണരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ദൈവമേ, ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് തൃക്കാൻ പാർക്കണമേ. വ്യക്തിപരമായി കുടുംബങ്ങളായി അങ്ങ് അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെയും ഹൃദയത്തിലെ പ്രാർത്ഥനകൾ, യാചനകൾ അങ്ങ് അറിയുന്നുവല്ലോ. ഓരോ കുടുംബത്തിലെ അവസ്ഥകൾ കർത്താവ് കാണുന്നുവല്ലോ. ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തി ജീവിതങ്ങളെയും തൃക്കാൻ പാർക്കണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ വാർദ്ധക്യാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങൾ ഈ സമയം ഓർക്കും. വാർദ്ധക്യ സഹജമായ ക്ഷീണതകളും പ്രയാസങ്ങളും ഒക്കെ നീക്കിക്കൊടുക്കണം. നല്ല ആരോഗ്യവും ബലവും ഒന്ന് പ്രദാനം ചെയ്യണമേ. അന്ത്യത്തോളം അങ്ങയുടെ സാക്ഷികളായി ജീവിപ്പാൻ ഇടയാക്കണം. കർത്താവെ, മുതിർന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ കർത്താവിന്റെ വചനങ്ങൾക്ക് അനുരൂപരായി തീരുവാൻ, കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, സഭയുമായിട്ടുള്ള ബന്ധത്തിൽ, അങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ കർത്താവെ ഇടയാക്കണം. ഞങ്ങളുടെ യൗവനക്കാരായ മക്കളെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. യൗവന കാലഘട്ടം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാലം ഞങ്ങൾ ഓർക്കുന്നു. തങ്ങളുടെ യൗവനം ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിനായിട്ട് സമർപ്പിക്കാൻ, കർത്താവിനായിട്ട് വൻകാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളുടെ യൗവനക്കാരായ മക്കളെ സഹായിക്കണമേ. നല്ല ദീർഘവീക്ഷണവും ലക്ഷ്യബോധവും നൽകണമേ. സഭയെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുകൾ നൽകണമേ. ജീവിതത്തെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുകളെ നൽകണമേ. അങ്ങോട്ട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമേ. ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഓർക്കുന്നു, കൈക്കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ദൈവം ഞങ്ങൾക്ക് തൃക്കാൻ പാർക്കണമേ. ഗാനദീപവും പാതിരി പ്രകാശമാകുന്ന വചനം പഠിച്ച് വചനത്തിൽ വേരൂന്നി വളരുവാൻ സഹായിക്കണം. അനുദിനം വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുന്നവരായി, വചനത്തിൽ നിലനിൽക്കുന്നവരായി, ആത്മീയ ഭക്ഷണമായ വചനം അനുദിനം ഭക്ഷിക്കുന്നവരായി, ആത്മീയമായിട്ട് വളരുന്നവരായി കാണപ്പെടുവാൻ ഇടയാക്കണമേ. അങ്ങ് അന്വേഷിക്കുന്ന, അങ്ങ് സ്നേഹിക്കുന്ന, അങ്ങ് അനുഗമിക്കുന്ന ഒരു പുതിയ തലമുറ ഞങ്ങളുടെ സഭയിലും സമൂഹത്തിലും കുടുംബങ്ങളിലും ഉണ്ടാകുവാൻ കർത്താവെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഇടയിൽ രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവിധങ്ങളായ രോഗഭാരങ്ങളിലായിരിക്കുന്നവർ ഓർക്കുന്നു. എന്ത് രോഗമായാലും മാറ്റുവാൻ കർത്താവ് സർവശക്തനാകുന്നു. തന്റെ അടുക്കിലേക്ക് വന്ന ജനത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവർ രോഗികളെ സൗഖ്യമാക്കിയല്ലോ. ഞങ്ങളുടെ അവസ്ഥകളെ കണ്ട് അങ്ങ് മനസ്സലിയുന്നുവല്ലോ. ഞങ്ങളുടെ രോഗത്തെ കണ്ട് അങ്ങ് മനസ്സലിഞ്ഞ് അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കുന്നുവല്ലോ. കർത്താവെ, രോഗാവസ്ഥകളിലായിരിക്കുന്നവരെ തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായ പ്രയാസങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവം ഈ കൊറോണ കാലഘട്ടത്തിൽ സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്നവരെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. സാമ്പത്തികമായുള്ളൊരു ഭാരത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങളെ മാറ്റണമേ, സാമ്പത്തിക ഞെരുക്കങ്ങളെ മാറ്റണമേ, സമ്പൽ സമൃദ്ധി അങ്ങ് പ്രദാനം ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. പുറത്തു പറയാൻ സാധിക്കാത്ത ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രശ്നങ്ങൾ കർത്താവ് പരിഹാരം നൽകണം, അവർ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ, മക്കളില്ലത് ഭാരപ്പെടുന്ന ദമ്പതികളെ ഓർക്കുന്നു. അവർക്ക് സന്താന ഭാഗ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണം. അവിടെ പ്രാർത്ഥനകൾ, യാചനകൾ കർത്താവ് കാണുന്നതാണ്. ഞങ്ങൾക്ക് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കാച്ചാണി ഗോസ്ബൽ ലൂതറൻ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം സഭ ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഈ കാച്ചാണി ഗോസ്ബൽ ലൂതറൻ സഭ ആത്മീയമായി ഭൗതികമായി വളർന്ന് പന്തലിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ധാരാളം പേര് സഭയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാക്കണമേ.
ഈ സഭയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നവർ കടന്നു വരുവാൻ തക്കവണ്ണം അത് സഹായിക്കണമേ. ഈ സഭ ദൈവമേ തണ്ടിന്മേൽ വെച്ചിരിക്കുന്ന വിളക്ക് പോലെ ശോഭിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശത്തെയും ദേശവാസികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ പ്രാപിക്കുവാൻ, അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ നേടുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത്രമാത്രം ഞങ്ങൾ നടത്തിയതോർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ ആലയത്തിന്റെ പണികൾ ആരംഭിച്ചിട്ട് ധാരാളം വർഷങ്ങളാകുന്നു. ഇനി കർത്താവെ അത് നീട്ടിക്കൊണ്ട് പോകാതെ ഞങ്ങൾ കർത്താവെ ആലയത്തിന്റെ പണികൾ പൂർത്തീകരിക്കുവാൻ തക്കുവാൻ ഞങ്ങൾക്ക് നൽകണമേ. ഈ ആലയത്തിന്റെ പണികൾ പൂർത്തീകരിക്കാനുള്ള എല്ലാ സാമ്പത്തിക മുഖാന്തരങ്ങളെയും അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പണികൾ ഉടനെ ആരംഭിക്കുവാൻ, ഞങ്ങൾ പണികൾ പൂർത്തീകരിക്കുവാനും കർത്താവ് സഹായിക്കണമേ. പരിശുദ്ധ കർത്താവ് അതിനായിട്ട് എല്ലാവിധമായ മുഖാന്തരങ്ങളെയും അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കടത്തുകാൽ സഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കടത്തുകാൽ സഭയിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടത്തുകാൽ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അറ്റകുറ്റപ്പണികളിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ സഭയിലെ എല്ലാ അംഗങ്ങളെയും ഓർക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കും. ദൈവമേ, ആവശ്യമായ ശരീരസുഖത്തെയും ബലത്തെയും നൽകണമേ. കൂടുതലായി അങ്ങയുടെ ആലയത്തിന് വേണ്ടി നിൽക്കുവാൻ, പ്രവർത്തിപ്പാൻ അങ്ങ് സഹായിക്കണമേ. കർത്താവ് നിങ്ങളുടെ പണികളും അങ്ങ് കൂടെ ഇരിക്കണമേ. കളത്തുകാൽ സഭയുടെ ആലയത്തിന് പണികൾ, മീഡിയൻസ് പണികൾ പൂർത്തീകരിച്ച് കോമ്പൗണ്ട് കെട്ടി വേർതിരിച്ച് അതിന് സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും കാക്കുവാനും ഉള്ള കൃപ നൽകണമേ. നമുക്ക് നീ ധാരാളം തുക ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. കർത്താവ് അതിന് ആവശ്യമായിരിക്കുന്ന മുഖാന്തരങ്ങളെ കർത്താവ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ലോകത്ത് ബാധിച്ചിരിക്കുന്ന COVID-19 എന്ന ആ രോഗത്തെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്ന ഈ രോഗത്തെ കർത്താവ് ലോകത്ത് നിന്ന് നീക്കണമേ. COVID-19 ബാധിച്ച് ധാരാളം പേര് കഷ്ടത അനുഭവിക്കുന്നുവല്ലോ, ജനഭീതിയിലായിരിക്കുമല്ലോ. ദൈവം ഈ അവസ്ഥയിൽ അങ്ങ് മാറ്റം വരുത്തണമേ. കൊറോണ വൈറസിനെ അങ്ങ് നീക്കണമേ. ഈ അവസ്ഥയിൽ അങ്ങ് തന്നെ മാറ്റം വരുത്തണമേ. COVID-19 എന്ന ഈ രോഗത്തെ കർത്താവ് ലോകത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ട് അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജനം ശരിയായ ജീവിതാവസ്ഥയിലേക്ക് വരുന്നതിന്, ജീവിതങ്ങൾ പുതുതായിട്ട് പണിയുന്നതിന് അങ്ങ് സഹായിക്കണമേ. ഇനിയുള്ള പ്രാർത്ഥനകളിലും ഇനിയുള്ള ഭാഗങ്ങളിലും അങ്ങ് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. ഇരുന്ന് പുതിയ പുസ്തകത്തിൽ 378 പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 378, വലിയ പുസ്തകത്തിൽ 582. വലിയ പുസ്തകത്തിൽ 582. സംഗതമെന്നുള്ളം തണുപ്പിക്കുന്നു പാതയിൽ നടത്തുന്നെ ൂരിരുൾ താഴ്വരയിൽ നടന്ന സാരമില്ലെനിക്കൊരു ഭയവുമില്ല. യാവെന്ന ദൈവം ഇടയനാമോ യാതൊരു കുറവുമില്ലെനിക്കിനിയും. ഉന്നതനെന്നോട് കൂടെയുണ്ട്, തന്നിടുന്ന ശ്വാസം തൻ വഴിയാ. എനിക്കൊരു വിരുന്നു നീ ഒരുക്കിടുന്നു, എന്നുടെ വൈരികളിൻ നടുവിൽ. യാവെന്ന ദൈവമെന്നിടയനാമോ യാതൊരു കുറവുമില്ലെനിക്കിനിയും. അഖിലവും അനുദിനവും അഭിഷേകം ചെയ്യുന്നു ദൈവമതാ.
ദൈവമെന്നിടയനോ യാതൊരു കുറവുമില്ലെനിക്കിനിയും. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. മാസൂരി കാണിക്ക് സമർപ്പിച്ചിരിക്കുന്നവർ ചാൾസ് കാച്ചാണി, യേശുദാസ് ഊന്നാമ്പാറ, പ്രദീപ് കുമാർ പിന്നാംകോണം, സുശീലാദാസ് കൊച്ചുകരിക്കകം, ലത കാത്തുള്ളി. വിശേഷാൽ കാണിക്ക് നൽകിയിരിക്കുന്നവർ നിഖിൽദാസ് ഓയി, ബിൽഡിംഗ് ഫണ്ടിനായിട്ട് കാണിക്ക് സമർപ്പിച്ചിരിക്കുന്നത് സെൽവരാജ് അനുഗ്രഹ. ശിശാൽ കാണിക്ക് സമർപ്പിച്ചിരിക്കുന്നു അദീന എ ക്രിസ്റ്റഫർ. കഴിഞ്ഞ ദിവസങ്ങളിൽ കളത്തുകാൽ സഭയിൽ നടന്ന അറ്റകുറ്റപ്പണികളിൽ പങ്കെടുത്തവർ ഡൊമനിക്, ഡേവിഡ്, തോമസ്, ബിജു ഇറയങ്കോട്, രാജശേഖർ, ഗോപിത്, ശാലേം രാജ്, ലിജോ, ദീപു, അൻലസി ദാസ്, സുൻരാജ്, ക്രിസ്റ്റഫർ, ശ്രീനോജ്, സുധീഷ്. സംഭാവന നൽകിയവർ രമണി ക്രിസ്തുഭവൻ, സുധീഷ് പള്ളിത്തറ. നമ്മുടെ കളത്തുകാൽ സഭയുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് പ്ലാവിള ട്രീറ്റി ലൂതറൻ സഭയിലെ ശുശ്രൂഷകനും നമ്മുടെ സർക്കിൾ സെക്രട്ടറിയുമായ ശ്രീ CI ബൈജു ചെറിയൊരു സഹായം നമ്മുടെ കളത്തുകാൽ സഭയ്ക്കായിട്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവന്റെ നാഥനും ഉടമസ്ഥനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ വിശുദ്ധ ശബത്തിൽ അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾക്ക് ആയിരിക്കുവാൻ, മനസ്സോടെ അങ്ങേ ആരാധിക്കുവാൻ, ഞങ്ങളുടെ ഉള്ളങ്ങളെ ദൈവസന്നിധിയിലേക്ക് പകരുവാൻ എന്ന് തന്ന ഈ അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് പാർക്കണം. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണം. ഓരോ ഉള്ളങ്ങളിലെയും പ്രാർത്ഥനകൾ അങ്ങ് അറിയുന്നുവല്ലോ, അങ്ങ് തീർക്കാൻ പാർക്കണം. പ്രിയ മക്കൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളെ സ്വീകരിക്കണമേ. കൂടുതലായി ആലയത്തിന് വളർച്ചയ്ക്ക് വേണ്ടി ശുശ്രൂഷകൾക്കായി നൽകുവാനുള്ള പ്രാപ്തിയും സമൃദ്ധിയും സാമ്പത്തിക ഭദ്രതയും അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, മാസൂരി കാണിക്ക് നൽകിയിരിക്കുന്ന പ്രിയ കുടുംബങ്ങളെ ഓർക്കുന്നു. ഒരു മാസക്കാലം അങ്ങ് നൽകിയ നന്മയുടെ ഒരു ഭാഗം ദശാംശമായി സമർപ്പിക്കാൻ കുടുംബങ്ങളെ ഒരുക്കുന്നതിനായിട്ട് ശ്രമിക്കും. കൂടുതലായും ദൈവമേ, ആത്മീയ നന്മകളാലും ഭൗതികമായ അനുഗ്രഹങ്ങളാലും ഈ കുടുംബങ്ങളെ നിറയ്ക്കണമേ. സ്വർഗീയ സമാധാനം നൽകണം. ദൈവമേ, വിശേഷാൽ കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അദീനയെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. ദൈവമേ, അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കരം കുഞ്ഞുങ്ങളുടെ മേൽ വെക്കണമേ. അവരെ തൊട്ടനുഗ്രഹിക്കണമേ. ചെറുപ്രായം തൊട്ട് തന്നെ നല്ല ബുദ്ധിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും വളരുവാൻ സഹായിക്കണമേ. നല്ല വ്യക്തിത്വമുള്ള മക്കളാൽ, നല്ല സ്വഭാവ ഗുണമുള്ള മക്കളാൽ, നല്ല മാനുഷിക മൂല്യങ്ങൾ കുഞ്ഞുങ്ങളാൽ, അനുഗ്രഹിക്കപ്പെട്ട മക്കളാൽ വളരുവാൻ മുദ്രുവാനും സഹായിക്കണമേ. നൽകിയിരിക്കുന്ന കാണിക്കൽ സ്വീകരിക്കണമേ. പരിശുദ്ധ കർത്താവെ, ആലയ നിർമ്മാണത്തിനായിട്ട് കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന സെൽവരാജ് എന്ന പ്രിയ കുടുംബനാഥനെ ഓർക്കുന്നു. ദൈവമേ, സെൽവരാജ് എന്ന പ്രിയ കുടുംബനാഥനെ കിട്ടാൻ പാർക്കണമേ. അദ്ദേഹത്തിന്റെ അധ്വാനങ്ങളെ, പരിശ്രമങ്ങളെ അങ്ങനെ അനുഗ്രഹിക്കണമേ. അങ്ങ് കൊടുത്തിരിക്കുന്ന നല്ല ഉറപ്പുള്ള വിശ്വാസത്തിനായി, പ്രത്യാശയ്ക്കായി, ദൈവാശ്രയത്തിനായിട്ട് നന്ദി പറയുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബനാഥനായി ശോഭിപ്പാൻ എന്നെ സഹായിക്കുന്നുവല്ലോ. അതിന്റെ ആഗമനത്തെ പരിപാലിക്കണം. ആവശ്യമായ ധാരാളം തൊഴിലവസരങ്ങൾ അങ്ങ് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബനാഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് പ്രത്യേകം പ്രാർത്ഥിക്കണമേ.
ഉത്തമയായ കുടുംബനാഥിയായി ശോഭിപ്പാൻ അനുഗ്രഹിക്കപ്പെട്ട മുദ്ര വഴിയായിട്ട് അവർക്ക് ശോഭിക്കുവാൻ ഇടയാക്കണം. നൽകിയിരിക്കുന്ന കാണിക്ക അങ്ങ് സ്വീകരിക്കണം. ദൈവമേ, വിശേഷാൽ കാണിക്ക് നൽകിയിരിക്കുന്ന നിഖിൽ ദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ +1 പരീക്ഷയിൽ പ്രിയമകൻ ദൈവം നൽകിയ വിജയത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവമേ, പ്രിയമകന്റെ പഠനങ്ങളെ ഇനി കൂടുതലായിട്ട് അനുഗ്രഹിക്കണമേ. പഠിക്കുവാനുള്ള നല്ല ബുദ്ധിയും ജ്ഞാനവും കൃപകളും വരങ്ങളും താഴ്ന്നുകളും അത് പ്രദാനം ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. പഠന മേഖലകളിലും മറ്റെല്ലാ തലങ്ങളിലും ശോഭിപ്പാനും സഹായിക്കണമേ. ഭാവികാലം ദിവസങ്ങളിൽ കളത്തുകാൽ സഭയുടെ അറ്റകുറ്റപ്പണികളിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് തീർക്കാൻ പാർക്കണമേ. ഇനി ഉത്സാഹത്തോടെ ആ ആലയത്തെ സംരക്ഷിക്കുവാനും ആലയത്തെ പണിയുന്നതിൽ പരിപാലിക്കുന്നതിനും സഹായിക്കണം. ദൈവമേ, കളത്തുകാൽ സഭയുടെ മെയിൻ്റെനൻസ് പണിയായിട്ട് കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ സമയം ഓർക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ബൈജു സിയെ ഓർക്കുന്നു. തീർക്കാൻ പാർക്കണമേ. ദൈവം കൂടുതലായിട്ട് അദ്ദേഹത്തെ തീർക്കാൻ പാർക്കണം. വ്യക്തിപരമായി കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കർത്താവ് ഇതുപോലെ കളത്തുകാൽ സഭയുടെ മെയിൻ്റെനൻസ് പണികൾക്കായിട്ട് കാണിക്കകൾ നൽകുന്ന ഓരോരുത്തരും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. നൽകിയവരെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. കർത്താവെ, അന്ന് തീർക്കാൻ പാർക്കണമെന്ന് കൊടുത്ത വലിയ മനസ്സിനായിട്ട് നന്ദി പറയുന്നു. ആലയത്തെക്കുറിച്ചുള്ള കരുതലിനായിട്ട് നന്ദി പറയുന്നു. കൂടുതലായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ലേല സാധനങ്ങൾ നമ്മുടെ സന്നിധിയിൽ കാണിക്കയായി സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അന്ന് തീർക്കാൻ പാർക്കണമേ. കൂടുതലായിട്ട് നന്മകളാൽ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കി നൽകണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിക്കപ്പെടണമേ. രാജ്യം വരണമേ. ഇഷ്ടം സ്വർഗ്ഗത്തിലെ ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞാൻ കടക്കാരോട് ക്ഷമിക്കുന്ന പോലെ പാപകടങ്ങളെ ഘോഷിക്കണം. ഞാൻ പരീക്ഷയിൽ കടത്താതെ സത്യത്തിന്റെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമ്മതം നൽകുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കളത്തുകാൽ സഭയുടെ അറ്റകുറ്റപ്പണികൾ വളരെ ഭംഗിയായിട്ട് ദൈവകൃപയാൽ നടന്നു വരികയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. പുറത്ത് നമ്മൾ 3 സൈഡ് പൂശി, അകത്ത് ഒരു സൈഡ് പൂശിയിട്ടുണ്ട്. ഇനിയും പണികളുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ വളരെ വിലയേറിയതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണം. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കണമെന്ന് അറിയിക്കുകയാണ്. മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ സഭയിലെ യൗവനക്കാർ ധാരാളം പേർ ആ മെയിൻ്റനൻസ് പണികളിൽ പങ്കെടുത്തു. സാധിക്കുന്ന എല്ലാ പേരും ഇനിയും പങ്കെടുക്കണമെന്ന് പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. ഇന്നേ ദിവസം കളത്തുകാൽ സഭയിൽ മെയിൻ്റനൻസ് പണികൾ വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വരുന്ന ആഴ്ച തന്നെ മുള്ളുവേലി കെട്ടി വേർതിരിക്കണമെന്ന് വിചാരിക്കുകയാണ്. 4 സൈഡും മതിൽ കെട്ടി വേർതിരിക്കുവാനാണ് ആഗ്രഹം. പക്ഷെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ അതിന് സാധിക്കുന്നില്ല, നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തൽക്കാലം 4 സൈഡും മാക്സിമം മുള്ളുവേലി കെട്ടി പിന്നീട് മതിൽ കെട്ടാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് നല്ല തുക ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾ സാധിക്കുന്ന രീതിയിൽ അതിൽ നിങ്ങൾ സഹകരിക്കണമെന്ന് പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ പണി, നമ്മുടെ ആലയത്തിൻ്റെ പണി നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കാനായിട്ട് പോവുകയാണ്.
അതിൽ നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥന ആവശ്യമാണ്. നമുക്കിനി അത് നീട്ടിക്കൊണ്ട് പോകുവാനായിട്ട് സാധ്യമല്ല. നമ്മുടെ സഭ നമ്മുടെ ആലയമാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പണികൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്, പണികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ ആലയത്തിൽ നിങ്ങൾക്ക് ഓർക്കാം, നിങ്ങളുടെ മനസ്സിലെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നമ്മുടെ ആലയത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ മനസ്സോടെ വാഞ്ചയോടെ ഹൃദയ വാഞ്ചയോടെ എരിവോടെ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റ് അറിയിപ്പുകൾ സഭയുടെ സെക്രട്ടറി അറിയിക്കും. ഇന്ന് കളത്തൽ പള്ളിയിൽ ആരാധന ഉണ്ടായിരിക്കുന്നതല്ല. കളത്തൽ പള്ളിയിൽ ഇന്ന് മെയിൻ്റനൻസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. കളത്തൽ പള്ളിയുടെ കോമ്പൗണ്ട് തിരിക്കുന്നതിന് ഏകദേശം 30,000 രൂപയ്ക്ക് മുകളിൽ ചിലവ് വരുന്നതാണ്. സർക്കിളിൻ്റെ നേതൃത്വത്തിൽ ചുറ്റുമതിൽ കെട്ടുന്നതിന് മുമ്പ് നിശ്ചയിച്ചിരുന്നെങ്കിലും ലോക്ക്ഡൗൺ മൂലം നമുക്കത് സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ പള്ളി അടഞ്ഞു വരുന്ന സമയത്ത് കയ്യേറ്റ ശ്രമങ്ങളും എല്ലാം നടക്കുന്നത് കാരണം എത്രയും പെട്ടെന്ന് അതിൻ്റെ ചുറ്റുമതിൽ സാർ പറഞ്ഞ പോലെ മുള്ളുവേലിയെങ്കിലും കെട്ടി അത് ക്രമീകരിച്ചില്ലെങ്കിൽ അത് പിന്നീട് ഭാവിയിൽ പ്രശ്നമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിനെല്ലാവരുടെയും പ്രാർത്ഥനയും സാമ്പത്തിക സഹായവും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വരുന്ന ഞായറാഴ്ച മാസവിൽ ഞായറാണ്. എല്ലാവരും ഒരുങ്ങി വരണമെന്ന് അറിയിക്കുന്നു. അടുത്ത ആഴ്ച ലഘുസമ്പാദ്യതയുടെ നറുക്കെടുപ്പുണ്ടായിരിക്കും. മറ്ററിയിപ്പ്